നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാവെടുത്തവനെ നാടുകടത്തണമെന്ന ചിന്താഗതിയെ ചോദ്യം ചെയ്യണമെന്ന് SFI ജില്ലാ പഠന ക്യാമ്പിൽ നടൻ അലൻ സിയർ. ജൂനിയർ റെഡ് ക്രോസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന നേതൃപരിശീലന ക്യാമ്പിന് തുടക്കമായി. ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങാത്ത കുഞ്ചത്തൂർ സ്കൂളിന്റെ പുരോഗതിക്കായി പൂർവ്വ വിദ്യാർത്ഥികൾ കൈകോർക്കുന്നു. യന്ത്രമില്ലാതെയും കെട്ടിടമുയർത്താമെന്ന് തെളിയിച്ചുകൊണ്ട് ഹരിയാനയിൽ നിന്നെത്തിയ ഒരു സംഘം ആളുകൾ. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നുവെന്നാരോപിച്ച് RSSനെതിരെ DYFIയുടെ ചുവന്ന മുണ്ടെടുത്ത് പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. നാവെടുത്തവനെ നാടുകടത്തണമെന്ന ചിന്താഗതിയെ ചോദ്യം ചെയ്യണമെന്ന് നടൻ അലൻ സിയർ. SFI കാസർഗോഡ് ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ചെന്നിക്കരയിൽ വെച്ച് നടന്ന SFI ജില്ലാ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു നടൻ അലൻ സിയർ ഫാസിസത്തെ രൂക്ഷമായി വിമർശിച്ചത്. നാവെടുത്തവനെ നാടുകടത്തണമെന്ന് പറയുന്നവരെ ചോദ്യം ചെയ്യണമെന്നും ഭാരതം തൻ്റേത് കൂടിയാണെന്ന് പറയുവാൻ യുവതലമുറ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെയൊക്കെ കാലം ഇനി എത്രയെന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിരലിലെണ്ണാവുന്നുള്ള കാലങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ആർക്കും അതിന് ഉറപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങളാണ് ഇനി അടുത്ത തലമുറ. ഭാരതം എൻ്റേതാണ്, ഭാരതം കമലിൻ്റേതാണ്, ഭാരതം അലൻ സിയറിൻ്റേതാണ്, ഭാരതം ഒരു രാധാകൃഷ്ണൻ്റേത് മാത്രമല്ല എന്ന് പറയാൻ പ്രാപ്തരാവേണ്ട തലമുറ നിങ്ങളാണ്. പക്ഷേ ഈ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വേർതിരിച്ച് ഭരിക്കാൻ വേണ്ടി, അധികാരത്തിന് വേണ്ടി മാത്രം മനുഷ്യരെ കൊല്ലുകയും അതിനുവേണ്ടി മറ്റു മതസ്ഥരെ നാടുകടത്തി കളയുകയും ചെയ്യുമെന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തിൻ്റെ ലക്ഷണമാണ്. അതിനെതിരെയുള്ളതായിരുന്നു എൻ്റെ പ്രതിഷേധം. അത് ഒരു ഷോ തന്നെയായിരുന്നു. എനിക്ക് തോന്നി നാവെടുക്കുന്നവനെ നാടുകടത്തും എന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്യണം. വളരെ മൗനം നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. SFI ജില്ലാ സെക്രട്ടറി B വൈശാഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം മീര ചന്ദ്രൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗദീജത്ത് സുഹൈല, കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിലർ K ബിനേഷ്, SFI ജില്ലാ വൈസ് പ്രസിഡന്റ് BP അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങാത്ത കുഞ്ചത്തൂർ സ്കൂളിന്റെ പുരോഗതിക്കായി പൂർവ്വ വിദ്യാർത്ഥികൾ കൈകോർക്കുന്നു. ഹയർ സെക്കൻഡറി നിലവാരത്തിലേക്ക് ഉയർന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ വീർപ്പുമുട്ടുന്ന കുഞ്ചത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വികസനത്തിനായാണ് പൂർവ്വ വിദ്യാർത്ഥികൾ കൈകോർക്കുന്നത്. സ്മാർട്ട് ക്ലാസുകളില്ലാത്ത സ്കൂളിൽ 11 ക്ലാസ് റൂമിൽ വൈദ്യുതീകരിച്ച് ഫാൻ, ലൈറ്റ്, അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ തീരുമാനം. ഈ മാസം അവസാനത്തോടെ പണികൾ പൂർത്തീകരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് കുടുംബസംഗമം നടത്തുവാനും തീരുമാനിച്ചു. നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും സഹായത്തോടെ ഘട്ടം ഘട്ടമായി സ്കൂളിനെ ഹൈടെക് വിദ്യാലയമാക്കി മാറ്റാൻ ശ്രമിക്കുമെന്നും പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ KCN ന്യൂസിനോട് പറഞ്ഞു. റഹ്മാൻ ഉദ്യാവര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജൂനിയർ റെഡ് ക്രോസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന നേതൃപരിശീലന ക്യാമ്പിന് ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ജനുവരി 15-ന് സമാപിക്കും. ജീവകാരുണ്യ സംഘടനയായ ജൂനിയർ റെഡ് ക്രോസ് കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പിനാണ് ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. സന്തോഷം ആഹ്ലാദമൊക്കെ മാറ്റിവെച്ച് 2 ദിവസം നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ നിങ്ങളൊരു ത്യാഗത്തിനാണ് ഒരുങ്ങിയിട്ടുള്ളത്. ആ ത്യാഗത്തിന് ഒരുങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ജീൻ ഹെൻറി എന്ന ഒരു സ്വിസ് ബിസിനസ്സുകാരൻ്റെ തലച്ചോറിൽ നിന്നാണ് ആ ആശയം ഉദിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഫ്രാൻസും അതുപോലെ തന്നെ ആസ്ട്രിയയും തമ്മിലുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ ജവാന്മാരെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായ ആ ചലനമാണ് ഇപ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റിയായി വളർന്നു വന്നത്. അപ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഉദ്ദേശം തന്നെ സഹജീവികളോട് സ്നേഹമുണ്ടാക്കുക, ഏത് ദുരന്തം വന്നാലും അതിനെ നേരിടാനുള്ള ഒരു കരുത്ത്, ആർജവം നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നതാണ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് AB മുനീർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ CT അഹമ്മദലി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലയിലെ 200ഓളം കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്.
ക്യാമ്പിന്റെ ഭാഗമായി റെഡ് ക്രോസ് ചരിത്രം എന്ന വിഷയത്തിൽ JRC കാസർഗോഡ് ജോയിന്റ് സെക്രട്ടറി അനികുമാറും റോഡ് സുരക്ഷയും ട്രാഫിക് നിയമങ്ങളും എന്ന വിഷയത്തിൽ സജി ജെയിംസും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. സമാധാന സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. പരിപാടിയിൽ CH അബ്ദുൽ ലത്തീഫ്, സാലിമ ജോസഫ്, CL ഹമീദ്, മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, അജയ് കുമാർ എൻ തുടങ്ങിയവർ പങ്കെടുത്തു. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 26, 27, 28 തീയതികളിലായി നടക്കുന്ന മഹാരുദ്രയാഗ ലക്ഷാർച്ചനയുടെയും സത്യവിനായക പൂജയുടെയും ഭാഗമായുള്ള ധനസമാഹരണത്തിന്റെ കൗണ്ടർ ഉദ്ഘാടനം നടന്നു. മധു ക്ഷേത്ര ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാരുദ്രയാഗ ലക്ഷാർച്ചനയും സത്യവിനായക പൂജയുടെയും ഭാഗമായുള്ള ധനസമാഹരണത്തിന്റെ കൗണ്ടർ ഉദ്ഘാടനം രവീശ തന്ത്രി കുണ്ടാർ നിർവഹിച്ചു. പരിപാടിയിൽ നവീകരണ സമിതി സെക്രട്ടറി ജയദേവ ഖണ്ഡിക, താരാനാഥ് മധൂർ, K നാരായണയ്യ, മുരളികുമാർ, സുരേഷ് CH തുടങ്ങിയവർ പങ്കെടുത്തു. യന്ത്രമില്ലാതെയും കെട്ടിടമുയർത്താം. ഹരിയാനയിൽ നിന്നെത്തിയ ഒരു സംഘമാണ് നീലേശ്വരത്തെ ജാക്കികൾ ഉപയോഗിച്ച് കെട്ടിടമുയർത്തിയത്. നീലേശ്വരം പടിഞ്ഞാറ്റൻകൊഴുവലിലെ വീട് ഉയർത്തിയത് 3 അടിയിലധികം. കഴിഞ്ഞ ഡിസംബർ 9 ഹരിയാന സ്വദേശി സുഖ്വിന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 12-അംഗ സംഘം ജോലി ആരംഭിച്ചത്. നീലേശ്വരം പടിഞ്ഞാറ്റൻകോവിലെ പരേതനായ N ഉമാനാഥ് പയ്യുടെ ഭാര്യ P നിർമ്മലയുടേതാണ് വീട്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ വീട് തൊട്ടു മുന്നിലുള്ള റോഡ് ഉയർത്തി ടാർ ചെയ്തതോടെ താഴ്ചയിലായി. മഴക്കാലത്ത് വെള്ളം അകത്ത് കടക്കാൻ തുടങ്ങിയതാണ് വീട് ഉയർത്തുക എന്ന ആശയം വീട്ടുകാരിലുണ്ടാക്കിയത്. കോൺക്രീറ്റ് വീട് നിലവിലുള്ള തറനിരപ്പിൽ നിന്ന് ജാക്കികൾ ഉപയോഗിച്ചാണ് ഉയർത്തുന്നത്. ഉൾഭാഗത്തെ നിലം പൊളിച്ചുമാറ്റി കോൺക്രീറ്റ് പ്ലാറ്റ്ഫോം നിർമ്മിച്ച ശേഷമാണ് ഉയർത്തുന്ന ജോലികൾ ആരംഭിച്ചത്. 1 അടി നീളത്തിൽ വീടിന് ചുറ്റും ഉൾഭാഗത്തും അടിയിലുമായി 200 ജാക്കികളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 3 അടി ഉയർത്താനാണ് സംഘവുമായി കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. ചെത്തുകൽ കൊണ്ട് തറ ഉണ്ടാക്കിയ ശേഷം ജാക്കികൾ ഓരോന്നായി എടുത്തുമാറ്റും. 1 സ്ക്വയർ മീറ്ററിന് 300 രൂപയാണ് സുഖ്വിന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഹൗസ് ലിഫ്റ്റിംഗ് കമ്പനി ഈടാക്കുന്നത്. 100% ഗ്യാരണ്ടിയോടെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഉയരത്തിൽ വീട് ഉയർത്തിക്കൊടുക്കും. നിലവിലുള്ള വീടുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊടുക്കുന്ന ജോലിയും കമ്പനി ഏറ്റെടുക്കുമെന്നും ഇവർ പറയുന്നു. കോഴിക്കോടിന് വടക്കോട്ട് കമ്പനി ആദ്യമായി ഏറ്റെടുക്കുന്ന ജോലിയാണ് നീലേശ്വരം പടിഞ്ഞാറ്റൻകോവിലേത്. हम शुरू में पहले बिल्डिंग को विजिट किया जाता है. विजिट करने के बाद हमारे को ओनर ने ये ऐस किया है कि भी हमारा बिल्डिंग लिफ्ट करना है, तो हमारी बात डन हो गई. तो उसके बाद हमने ये घर 4 फीट लिफ्ट किया. पहले ओनर ने हमारे को 3 फुट के लिए बोला. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ RSS കടന്നുകയറ്റം നടത്തുന്നുവെന്ന് DYFI. കാഞ്ഞങ്ങാട്ട് DYFI പ്രവർത്തകർ ചുവന്ന പ്രതിഷേധം സംഘടിപ്പിച്ചു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെ RSS കടന്നുകയറ്റം നടത്തുമെന്നാരോപിച്ച് DYFI ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് ചുവന്ന പ്രതിഷേധം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് DYFI പ്രവർത്തകർ പങ്കെടുത്തു. പ്രകടനം പുതിയകോട്ടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മതനിരപേക്ഷത ശക്തിപ്പെടണം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. ആ ജനാധിപത്യ സംരക്ഷണത്തിനെതിരായി ജനാധിപത്യത്തിന്റെ വഴിത്താരയിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം ഇന്ത്യയിൽ RSSഉം സംഘപരിവാറിനാൽ നയിക്കപ്പെടുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ ഭരണക്രമമുള്ള ഒരു നാടായിട്ട് നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രതികാരരുദ്രിയായ ഭീകര രക്തരക്ഷസിനെ പോലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടന്നാക്രമണമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന സംഘപരിവാറിനെതിരെ ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനം കരുത്താർജിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധമായ, സാംസ്കാരിക പ്രബുദ്ധമായ, സാക്ഷര സമ്പന്നമായിട്ടുള്ള കേരളത്തിലെ അചഞ്ചലമായ പുരോഗമന യുവജന പ്രസ്ഥാനം ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഈ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്നത്. DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ വിവിധ ഫീസ് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി മസ്തൂർ സംഘിന്റെ നേതൃത്വത്തിൽ നീലേശ്വരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. സംസ്ഥാന വ്യാപകമായ സംഘടന നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു പ്രകടനവും പ്രതിഷേധവും. നീലേശ്വരത്ത് ഓട്ടോറിക്ഷ തൊഴിലാളി മസ്തൂർ സംഘ് BMSന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി.
ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ, ലൈസൻസ് എന്നിവ പുതുക്കാനുള്ള ഫീസ് വർദ്ധിപ്പിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയിലായിരുന്നു പ്രതിഷേധം. കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് പ്രദീപൻ, ഗോപി ഗുരുക്കൾ, ഗംഗൻ, കുഞ്ഞിക്കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം ജില്ലാ സെക്രട്ടറി KV ബാബു മാവുങ്കാൽ ഉദ്ഘാടനം ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് CF എടുക്കുന്നതിന് 250 രൂപയുണ്ടായത് ഒറ്റയടിക്ക് 650 രൂപയാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് 250 ഉള്ളത് 450 രൂപയാക്കി. അങ്ങനെ അതേപോലെ തന്നെ ലൈസൻസിന്റെ കാര്യവും. K. ജയരാജൻ അധ്യക്ഷനായിരുന്നു. KP രാഘവൻ, K. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. BJP നേതാവ് AN രാധാകൃഷ്ണൻ സമൂഹത്തിൽ പ്രതിലോമ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് DYFI. AN രാധാകൃഷ്ണൻ സംസാരിച്ച സ്ഥലത്ത് ചാണകവെള്ളം തെളിച്ച് DYFIയുടെ പ്രതിഷേധം. BJP നേതാവ് AN രാധാകൃഷ്ണൻ കേരളീയ സമൂഹത്തിൽ പ്രതിലോമ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് പറഞ്ഞു. നോർത്ത് കോട്ടച്ചേരിയിൽ DYFI പ്രവർത്തകർ നടത്തിയ പ്രതീകാത്മകമായ ചാണകവെള്ളം തളിക്കൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഡിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്നതിനു ശേഷം നടപ്പിലാക്കിയിട്ടുള്ള ഓരോ നിലപാടുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിനകത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അസഹിഷ്ണുത രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ പറയുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ DYFI ഇത് മുമ്പേ പറയുന്നതാണ്. ഗുലാം അലി എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗായകന് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് പാട്ട് പാടാൻ അവസരം നിഷേധിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ കൃത്യമായി ഓർക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഈ കോഴിക്കോട് തെരുവിൽ ആ ഗുലാം അലിയെ കൊണ്ട് സംഗീത കച്ചേരി നടത്തിച്ചു. അതാണ് DYFIയുടെ നിലപാട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പ്രസംഗിച്ചതിന് ശേഷമാണ് പൊതുയോഗം കഴിഞ്ഞ സ്ഥലത്ത് DYFI പ്രവർത്തകർ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിച്ചത്. വായനയുടെ കൂട്ടുകാരൻ പെരിക്കമന ഈശ്വരൻ എമ്പ്രാന്തിരിയുടെ പുസ്തകശേഖരം കണ്ണൂർ സർവകലാശാലയ്ക്ക് കൈമാറി. സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നീലേശ്വരം ക്യാമ്പസിലെ മലയാളം വിഭാഗത്തിനാണ് പുസ്തകശേഖരം കൈമാറിയത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മികച്ച പുസ്തകശേഖരത്തിനുടമയായ വ്യക്തിയാണ് വെള്ളിക്കോത്തെ പെരികമന ഈശ്വരൻ എമ്പ്രാന്തിരി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നീലേശ്വരം ക്യാമ്പസിനായാണ് ഇദ്ദേഹം തന്റെ പുസ്തകശേഖരം കൈമാറിയത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗാദർ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിനുണ്ടാകുന്ന ആത്മഹർഷം, ആത്മനിർവൃതി അത് വളരെ കൂടുതലാണ്. അവയെല്ലാം കൂടി അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഈ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പുസ്തക പ്രദർശനം അതുപോലെ സാഹിത്യ സെമിനാറൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇന്നത്തെ പോയിന്റ് ഓഫ് അട്രാക്ഷൻ ബഹുമാനപ്പെട്ട പെരികമന ഈശ്വരൻ നമ്പൂതിരി അവർ തന്നെയാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിനോട് നന്ദി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പറയേണ്ടത് എന്ന് ശ്രീധരൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും പറയും. കാരണം ഇത് വലിയൊരു മനസ്സിന്റെ ഒരു വലിയ ഒരു ആത്മഹർഷം. ഡോക്ടർ ബാലചന്ദ്രൻ കീഴോത്ത് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. പുസ്തക പ്രദർശനം കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ L. സുലൈഖ ഉദ്ഘാടനം ചെയ്തു. P. മുരളീധരൻ അധ്യക്ഷനായി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ഡോക്ടർ VPP മുസ്തഫ, അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ, രാജു MC തുടങ്ങിയവർ, പെരികമന ഈശ്വരൻ എമ്പ്രാന്തിരി, സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം EP രാജഗോപാലൻ, സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം PVK പനയാൽ തുടങ്ങിയവരെ ആദരിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, KP കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ C. ബാലൻ, അഡ്വക്കേറ്റ് TK സുധാകരൻ, ഡോക്ടർ V. ജയരാജൻ, CP ശുഭ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ബേബി ക്യാമ്പ് 2ാം വാർഷികത്തോടനുബന്ധിച്ച് പുത്തൻ ഓഫറുകളുമായി രംഗത്ത്. ജനുവരി 25 വരെയുള്ള പർച്ചേസിൽ ഇനി സ്വർണ്ണ നാണയങ്ങളും. കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ബേബി ക്യാമ്പ് ഷോപ്പാണ് വ്യത്യസ്തമായ ഓഫറുകൾ ഒരുക്കി ആവശ്യക്കാരെ ക്ഷണിക്കുന്നത്. ബേബി ക്യാമ്പിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ജനുവരി 12 മുതൽ 25 വരെയുള്ള പർച്ചേസിൽ നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭ്യമാകുന്നു എന്നതാണ് ബേബി ക്യാമ്പിന്റെ പ്രത്യേകത. AIYF തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരത്ത് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. വിവേകാനന്ദ ദർശനങ്ങളുടെ പ്രസക്തി എന്നതായിരുന്നു വിഷയം. സാംസ്കാരിക പ്രഭാഷകനായ വത്സൻ വിലിക്കോട് സാംസ്കാരിക സദസ്സിൽ വിഷയം അവതരിപ്പിച്ചു. ഏത് സാഹചര്യത്തിലാണ് മതേതരത്വം എന്ന് പറയുന്നത് സോഷ്യലിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പരമാധികാരത്തിന്റെയും കൂടെ ഇടിച്ചു ചേർക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തെയും ഭരണഘടനയെയും ഒക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് തോന്നിയത്? ആലോചിക്കേണ്ട ഒരു വിഷയമാണ്.
എന്താണ് മതേതരത്വത്തിന്റെ അന്തസത്ത? ഏത് സാഹചര്യത്തിലാണ് മതേതരത്വം എന്ന് പറയുന്നത്? നേരത്തെ CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മുകേഷ് ബാലകൃഷ്ണൻ, അനിത രാജ്, ബിജു ഉണ്ണികൃഷ്ണൻ, M ശ്രീജിത്ത്, രഞ്ജിത്ത് മടിക്കൈ, പ്രദീപ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നോട്ടുകൾ പിൻവലിച്ചതു മൂലമുണ്ടായ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ടാക്സ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും പിഴ ചുമത്തുന്നത് ഗണ്യമായി കൂട്ടുകയും ചെയ്തതിലും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുകയും നോട്ട് നിരോധനം മൂലമുണ്ടായ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ തൊഴിലാളി സംഘടനകൾ പറഞ്ഞു അപകടം ചെയ്യും, ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇപ്പോൾ എണ്ണക്കച്ചവടം നടത്തുന്നത് ഇന്ത്യ ഗവൺമെന്റാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ കയ്യിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് എണ്ണക്കച്ചവടം. ഭാവിയിൽ എണ്ണക്കച്ചവടം ഏതെങ്കിലും കുത്തക മുതലാളിക്ക് കൊടുത്താൽ ആ കുത്തക മുതലാളി രാജ്യത്ത് എണ്ണവില നിയന്ത്രിക്കും എന്ന് ഞങ്ങൾ അന്ന് 15 വർഷം മുമ്പ് ഞങ്ങൾ INTUC നേതാവ് KN ശശി അധ്യക്ഷനായി. P വിജയകുമാർ, ഷെരീഫ് കൊടവഞ്ചി, കാറ്റാടി കുമാരൻ, ഉണ്ണി നായർ, വിദ്യാധരൻ, K ദാമോദരൻ, കരീം കുശാൽ നഗർ, V ശശി, M പൊക്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലളിതകലാ അക്കാദമിയുടെയും കാഞ്ഞങ്ങാട് GVHS എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന ചിത്രകലാ ക്യാമ്പിന് തുടക്കം. തെരഞ്ഞെടുത്ത 40ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ലളിതകലാ അക്കാദമി, കാഞ്ഞങ്ങാട് GVHS സ്കൂൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ത്രിദിന ചിത്രകലാ പരിശീലന ക്യാമ്പ് നടന്നത്. ജ്യോതി ചന്ദ്രൻ കാനത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ ദ്രുതഗതിയിൽ നീങ്ങുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നല്ല സ്പീഡാണ്. നിങ്ങളുടെ പ്രായത്തിൽ നമ്മളൊക്കെ ദൂരെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പഠിക്കാനോ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കത്തയക്കണം. ആ കത്ത് തപാൽ വഴി 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കിട്ടി അത് നമ്മുടെ അച്ഛനമ്മയൊക്കെ വായിച്ച് അവരുടെ മനസ്സിൽ നിന്ന് ഉള്ള വാക്കുകൾ ഫോണിലെ കൂടി പറയുന്ന പോലെയുള്ള വാക്കുകളായിരിക്കും. PTA പ്രസിഡന്റ് CK ബാബുരാജ് അധ്യക്ഷനായി. ശ്യാമ ശശി മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N ഉണ്ണികൃഷ്ണൻ, KT വാസന്തി, KV ദാമോദരൻ, SS രാഗി, KC പവിത്രൻ, MK ഹരിദാസ്, KV സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു. T ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട 40 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നലിംഗ സ്വത്വം, നിലനിൽപ്പും സർഗാത്മകതയും എന്ന വിഷയത്തിൽ ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. നെഹ്റു കോളേജ് കോൺഫറൻസ് ഹാളിലാണ് സെമിനാർ നടന്നത്. നമ്മളൊക്കെ സ്ത്രീകളാണ്. ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോരാളും സ്വാഭാവികമായി സ്ത്രീയാണ്. ഈ പർട്ടിക്കുലർ ജീനിന്റെ പ്രവർത്തി കാരണമാണ് ആ കുഞ്ഞ് ആണാവുന്നത്. അതും അമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യം നമ്മൾ ജീവനെടുക്കപ്പെടും. നമ്മൾ ആണല്ല, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് ഡിഫോൾട്ടായിട്ട് അത് ഒഴുകി സ്വാഭാവികമായി ഒഴുകിച്ചേരുക പ്രണയത്താണ്. ഈ വൈക്രോമോസോമിൽ ആ പാർട്ടാണ് അവരെ ആൺകുട്ടിയാക്കുന്നത്. അതിൽ തന്നെ അതിന്റെ തുടക്കം മാത്രമാണ്. അതുവഴി ഒരു കാസ്കേഡായിട്ട് അത് പോകുന്നത്. അതിൽ ഹോർമോൺസ് ഉണ്ട്, അതിൽ ഗൊണാഡ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഉപരി നമ്മുടെ യഥാശക്തിയുണ്ട്. ഞാൻ പറയാം, ആസ് എ ബയോളജിസ്റ്റ് എനിക്ക് പറയാൻ പറ്റും, മനുഷ്യന്റെ ചിന്തയിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് ആ വ്യക്തി. ഭിന്നലിംഗ വ്യക്തിത്വം പുലർത്തുന്നവരുടെ ജീവൽ പ്രശ്നങ്ങളും സർഗാത്മക ശേഷിയുമാണ് സെമിനാർ ചർച്ച ചെയ്തത്. കേരളീയ പൊതുബോധത്തിൽ ഇവരുടെ സ്വീകാര്യതയും നീതിയും ഉറപ്പാക്കാനാണ് സെമിനാർ ലക്ഷ്യമിട്ടത്. ശീതൾ ശ്യാം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ PV പുഷ്പജ അധ്യക്ഷതയായി. സോനു നിരഞ്ജൻ, അശ്വതി എന്നിവർ പ്രഭാഷണം നടത്തി. ഡോക്ടർ രാമചന്ദ്രൻ കോതറമ്പത്ത്, ഡോക്ടർ സുപ്രിയ, K രാമനാഥൻ, V അജയകുമാർ, M അജേഷ്, ഡോക്ടർ ഷീജ KP തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അവളിലേക്കുള്ള ദൂരം സിനിമാ പ്രദർശനവും നടന്നു. പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. നാവെടുത്തവനെ നാട് കടത്തണമെന്ന ചിന്താഗതിയെ ചോദ്യം ചെയ്യണമെന്ന് SFI ജില്ലാ പഠന ക്യാമ്പിൽ നടൻ നലൻ സിയർ. ജൂനിയർ റെഡ് ക്രോസ് കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന നേതൃപരിശീലന ക്യാമ്പിന് തുടക്കമായി.
ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തിയിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങാത്ത കുഞ്ചത്തൂർ സ്കൂളിന്റെ പുരോഗതിക്കായി പൂർവ്വ വിദ്യാർത്ഥികൾ കൈകോർക്കുന്നു. യന്ത്രമില്ലാതെയും കെട്ടിടമുയർത്താമെന്ന് തെളിയിച്ചുകൊണ്ട് ഹരിയാനയിൽ നിന്നെത്തിയ ഒരു സംഘം ആളുകൾ. വ്യക്തിസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നുവെന്നാരോപിച്ച് RSSനെതിരെ DYFIയുടെ ചുവന്ന മുണ്ടെടുത്ത് പ്രതിഷേധം. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.